പണ്ട് വരയ്ക്കത്തില്ല ഇങ്ങനെ ഒരു ചെറിയ സർക്കിൾ, അതാണ് എന്റെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. എനിക്ക് മനസ്സിലാവും, വേറെ ആർക്കും അത് മനസ്സിലാവത്തില്ല. ഇതൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോഗ്രാഫേഴ്സിനൊക്കെ സെറ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നടക്കില്ല. അങ്ങനെയാണ് ഞാൻ സന്ദീപ് അണ്ണനെ കണക്ട് ചെയ്യുന്നത്. പക്ഷെ ചെയ്തു വന്ന് സന്ദീപ് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കോയമ്പത്തൂരാണ് ഷൂട്ട് ചെയ്തത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സീനായതുകൊണ്ട് നേരെ കോയമ്പത്തൂർ വിട്ടു. ആണ് അത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് കോയമ്പത്തൂർ പോയി ഷൂട്ട് ചെയ്ത കുഴപ്പമില്ല. അവിടെ ഒന്നാമത്തെ കാര്യം നമ്മള് ഷൂട്ട് ചെയ്യുന്ന ആർക്കും അറിയാൻ പറ്റില്ല. ഞാൻ ഈ കോസ്റ്റ്യൂമിൽ അങ്ങനെ നടക്കുമല്ലേ, എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നു, മാറ്റർ എന്നൊക്കെ വിളിക്കുന്നത് എന്നെ. ഞാൻ റോഡിൽ എന്നെ ശരിക്കും വിളിച്ചു, ഞാൻ റോഡിൽ കൂടെ ഒക്കെ പോയപ്പോ. ഞാനാ ഇന്ന് അവരെ കാണത്തില്ലല്ലോ, അപ്പൊ എനിക്കറിയാം ഇങ്ങനെ കാണിച്ചിട്ടോ ആരും വരാത്ത വാങ്ങി കിട്ടോ ശരിക്കും. എന്നിട്ട് അവിടുത്തെ രാത്രിയൊക്കെ നടന്നു പോകുന്ന കുറെ സീനൊക്കെ ഉണ്ടായി. അതെ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കോസ്റ്റ്യൂം മാറ്റാം. ഞങ്ങളെല്ലാം കാറിൽ നിന്ന് ഒരു സാരി ഉടുക്കുന്നു, അടുത്ത സാരി ഭംഗിയായിട്ട് ഉടുക്കണം. എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല, എങ്ങനെയെങ്കിലും ഉടുത്താൽ മതി. അപ്പൊ സാരി എല്ലാവരും പുറത്തെടുത്തിട്ട് സാരി ഒക്കെ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് തന്നെ മാറ്റുന്നത്, അടുത്ത സാരി പോകുന്നത്. അങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ആദ്യമൊക്കെ കുഴപ്പമില്ല, ഞാൻ ഹായ് പോയി. പിന്നെ ഇപ്പൊ രാത്രി ടൈം കഴിയുന്നതനുസരിച്ച് എനിക്ക് കുറച്ച് ഇൻസെക്യൂർ ആവാൻ തുടങ്ങി. കാരണം വേറെ ട്രാൻസ്ജെൻഡേഴ്സ് റോഡിലുണ്ടേ. അപ്പൊ അതില് ഇതായിരുന്നു. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്ന വരെ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം ഇതെങ്ങനെ ആളുകൾ എടുക്കുന്ന അറിയില്ലാത്തതിന്റെ ഒരു അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വിൻസി വരെ ലൈക്ക് ചെയ്തിട്ട് എന്നെ ഫോളോ ചെയ്തു. വിൻസി ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ആ റീലിൽ നിന്ന് ഫോളോ ചെയ്തു. ഞാൻ ലൈക്ക് വിൻസി ഒക്കെ എന്നെ ഫോളോ ചെയ്തെന്ന് പറയുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷായി. പിന്നെ അമ്മ ആദ്യം ഞാൻ അയച്ചു കൊടുക്കുന്ന അമ്മ അനിയത്തിക്കാണ്, പിന്നെ സന്ദീപ്, അങ്ങനെ കുറച്ചുപേരുണ്ട് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അനിയത്തിക്കും അമ്മയ്ക്കും അയച്ചു കൊടുത്തപ്പോ അമ്മയ്ക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ, അമ്മ വായിച്ചിട്ടില്ല. അമ്മയെ വിളിച്ചിട്ട് കരയെന്ന്. ഞാൻ പറഞ്ഞു കരയല്ലേ അമ്മ. അല്ല അത് കണ്ട ഇമോഷണലി കണക്ട് ആവും. എനിക്ക് ഉപ്പുമുളകിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ലച്ചുവിന്റെയും കേശുവിന്റെയും കോംബോ. ഒന്നാമത് നമ്മൾ ഈ സിസ്റ്റർ ബ്രദർ കോംബോ ഓൾറെഡി ഭയങ്കര രസമാണ് കാണാൻ, പക്ഷെ ഇവരുടെയും ഭയങ്കര രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കേശു ടു നൈസ് ആണ് ആക്ച്വലി, നല്ലൊരു പേഴ്സണാലിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് അനിയനെ അനിയനാണവൻ. അപ്പൊ ശിവ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുള്ളൂ, എന്നാലും അവളോടും എനിക്കൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. ലച്ചുനോട് വേറൊരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ്. നല്ലൊരു ഫ്രണ്ടാണ്, ഭയങ്കര കംഫർട്ട് സോൺ ആണ്. ഇന്ന് ഞാൻ കുറെ നേരം പോയി ഹഗ് ചെയ്തിരുന്നു. എനിക്ക് കുറെ നാളായിരുന്നല്ലേ കണ്ടിട്ട്. ആക്ച്വലി അത് ഇപ്പൊ എന്തെങ്കിലും പേഴ്സണൽ സ്പേസ് ഉണ്ട്. വർക്കിംഗ് ഒരു പ്രൊഫഷണൽ സ്പേസ് അല്ലാണ്ട് ഒരു പേഴ്സണൽ സ്പേസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അത് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ കേശുവിന്റെ കാര്യം പറഞ്ഞാൽ എത്രയോ പേര് ഒരിടക്ക് പറഞ്ഞു തന്ത വൈബാണ്. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നത് അങ്ങനെ വേണം, കുട്ടികൾ അങ്ങനെ വേണം എന്നുള്ളത് തന്നെയാ പറയുന്നത്. എനിക്കും പേഴ്സണലി കേശു നമ്മൾ പണ്ടോട്ടേ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും, ഇങ്ങനെ കണ്ടുവരുന്നോണ്ടായിരിക്കും പുള്ളിയില് ഇതുപോലെ ഈ അടുത്ത വീട്ടിലെ കുട്ടി ഒരു ഇമേജ് ആണ് ആള് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നത് കേശു കറക്റ്റ് വേയിലാണ് പോകുന്നതെന്ന് തന്നെയാ പറയുന്നത്. അതിപ്പം ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആണല്ലോ എല്ലാവരുടെയും. ഇപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മളാവണം എന്ന് ഒരിക്കലും ഇല്ല. ഇപ്പം ചില കുഞ്ഞു കുട്ടികള് എന്താ അവർ ഇത്രയും വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നത്, അത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അവരങ്ങനെ സംസാരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അല്ലാതെ അത് അവരുടെ ക്യാരക്ടറാണ്, അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അപ്പൊ ഇത് 10 പേർക്ക് അത് ഇഷ്ടമായിരിക്കാം, 10 പേർക്ക് അത് ഇഷ്ടമല്ലായിരിക്കാം. അപ്പൊ കേശു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അവന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവനെ കാണുന്ന രീതി, അതൊക്കെ കുറെ പേർക്ക് ഇഷ്ടമായിരിക്കാം. അവൻ അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. അവനെ തന്ത വൈബാണെന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ എന്നെ ഹേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെടുന്നവരും കുറച്ച് പേര്, നമ്മളുണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ പോകുന്നവരും ഒത്തിരി പേരുണ്ട്. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി മാറാൻ നിന്ന് കഴിഞ്ഞാല് നമ്മൾ ഫ്ലോപ്പാ. അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് തന്നെയാണ് ഇപ്പം എനിക്കാണെങ്കിലും ആള് ഇത്രയും ചെറിയ പ്രായത്തില് എത്രയോ കാര്യങ്ങൾ ചെയ്തു ലൈഫിൽ. അപ്പൊ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ. അത് അവന് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അവൻ നന്നായിട്ട് യൂസ് ചെയ്തു. ഇപ്പം ചില പിള്ളേർക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടാവും, അത്രയും ചെറുപ്പത്തിൽ അത് കിട്ടണം എന്നില്ല. പക്ഷെ അവൻ നല്ലൊരു അതായത് ഉപ്പുമുളകിൽ ഒരു 10 വർഷം വർക്ക് ചെയ്തു. പക്ഷെ അതിന്റെ ഒരു ഹെഡ് വെയിറ്റും ഇത് വെച്ചുകൊണ്ട് നടന്നിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ഇന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കില്ലായിരുന്നു. അവൻ ഇത്രയും ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അവൻ സീനിയറാണ്. അപ്പൊ ഒരിക്കലും അവൻ അത് കാണിക്കുന്നില്ല. ഇപ്പോഴും അമ്മായി അല്ലെങ്കിൽ ചേച്ചിന്ന് വിളിച്ച് അവൻ കൂടെ വരുന്നുണ്ട്. അവൻ ഒരു ക്യാരക്ടർ ഉണ്ട് അവന്. ചില കുട്ടികള് നമ്മളിപ്പോ പോയി കഴിഞ്ഞാലും നമ്മളൊക്കെ സീനിയർ ആണെങ്കിൽ അവരത് കാണിക്കും, പക്ഷെ നമ്മൾ കാണിക്കുന്നില്ല. ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മൾ വീട്ടിൽ കുറെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ ക്യാരക്ടർ ഇല്ലെങ്കിൽ അത് ഭയങ്കര ഇതാവും. അതെ. റീസെന്റ് തെങ്ങി കയറാനൊക്കെ പഠിച്ചല്ലോ. അത് കണ്ടല്ലേ? ഞാൻ കണ്ടായിരുന്നു. അതെന്താ അറിയോ? അതെന്താ? തെങ്ങി കയറണം ഞാൻ കുറെ ദിവസമായിട്ട് വിചാരിച്ചു, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോ കാലിന്റെ അടി ഫുള്ള് പൊട്ടിയിരിക്കും കേട്ടോ. തെങ്ങി കയറി ഞാൻ മെഷീൻ വെച്ച് കേറി. അതിന് മുന്നേ ഞാൻ കുറച്ച് അഭ്യാസം അവിടെ കാണിച്ചായിരുന്നു. അതിട്ടില്ല കാരണം ഇവിടേക്ക് ഇങ്ങനെ ഒരഞ്ഞിട്ട് കുറച്ച് പണിയായി. അച്ഛൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞ അച്ഛൻ വാ ചെയ്യിപ്പിക്കാം. അച്ഛൻ്റെ ഒരുപാട് തെറിയിട്ട് ഇന്നലെ. ഞാൻ വേറെ ഒരു പണിയില്ല, കൈയും കാലും ഒടിഞ്ഞ് കിടക്കാം, നാളെ നിനക്ക് തിരിച്ചു പോകേണ്ടത്, ഒരു ദിവസത്തേക്ക് വീട്ടിൽ പോയതാ. അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛൻ തെങ്ങി കയറും, ചുമ്മാ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അച്ഛൻ പറഞ്ഞു നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നതിനൊക്കെ ഏറ്റവും വലിയ വർക്കൗട്ട് ഇതാണ്. ശരിക്കും ആണ് കേട്ടോ. ഞാൻ ഇന്നലെ ഞാൻ കുറെ പ്രാവശ്യം കയറി ഇറങ്ങി ഇന്നലെ. കുറെ ഞാൻ പറഞ്ഞു ജിമ്മിൽ പോകണ്ട, ചുമ്മാ അങ്ങനെ തിരിച്ചിറങ്ങി വന്നപ്പോ ലാസ്റ്റ് കാലിന്റെ അടി നോക്കിയപ്പോ ഫുള്ള് പൊട്ടി. നല്ല ആണല്ലേ, നമ്മൾ ആദ്യമായിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇടക്കിടക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ കമന്റ് വന്നു, കൊച്ചിയിൽ നല്ലൊരു ജോലിയുടെ വാക്കൻസി ഉണ്ട്, ഞങ്ങളെ വീട്ടിലേക്ക് തേങ്ങ ഇടാൻ ആളെ കിട്ടുന്നില്ല എന്നൊക്കെ. അല്ലാതെ വേറെ ജോലി ഇല്ലെങ്കിൽ ജീവിക്കാനോ എന്താ, അതൊരു പ്രൊഫഷനല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ തെങ്ങ കയറാനും പഠിച്ചു നമ്മള്. ഈ ഫീൽഡിൽ വരുന്നതിനേക്കാൾ മുമ്പൊക്കെ ഒരുപാട് പണ്ട് ഒരാള് ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? അത് ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് നമ്മൾ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അച്ഛൻ പണ്ട് പോലെ പറയും, ശരിക്കും നമ്മൾ പേടിക്കുമ്പോഴാണ് നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് കൂടുതലും. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നെങ്കിൽ തിരിച്ച് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അത്രയെങ്കിലും ചെയ്തല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമുക്ക് ഉള്ളിൽ വരും. ചിലപ്പോൾ അവർക്ക് വേദന എടുത്തെന്ന് വരണം എന്നില്ല, ബട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു. കാരണം എനിക്ക് ആ റിഗ്രറ്റ്, എന്നെ +1 എന്നോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്ത കുട്ടിയോട് 2 ദിവസം ഉണ്ടായിരുന്നു ആ ബിഹേവിയർ. ആദ്യത്തെ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ, ഞാൻ നമ്പായി പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എന്നെ മൈൻഡിൽ കയറിയതാണ് എനിക്ക് ഇന്ന് തിരിച്ച് കൊടുക്കണം എന്നുള്ളത്. അത് നെക്സ്റ്റ് അവൻ ബാഡായിട്ട് ബിഹേവ് ചെയ്തപ്പോ കൊടുക്കാൻ പറ്റും, അത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതെ, അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് അൾട്ടിമേറ്റ് ആണ്. അതെ, അത് ഭയങ്കര അൾട്ടിമേറ്റ് ആണ്. കാരണം പണ്ട് ഞാൻ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയപ്പോ ഒരു കുട്ടിയുടെ അച്ഛനാണ്, അതായത് എൻ്റെ അതേ ഏജുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തു. അപ്പൊ ഞാൻ കൊടുത്തു തിരിച്ച്. ആ സമയത്ത് ഭയങ്കരമായിട്ട് മിസ്ബിഹേവ് ചെയ്തു. അതെനിക്കറിയില്ല, അന്നത്തെ അഡ്രിനാലിൻ റഷിന് ഞാനൊരു 4th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. അന്ന് എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അപ്പോഴാണ് ഞാൻ പറയുന്നത്, നമ്മളെ പാരന്റിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അന്ന് വീട്ടില് വന്ന് പറയുമ്പോ അവര് അയ്യോ മക്കൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പേടിച്ചു. പിന്നെ നമുക്ക് പേടിയായിരിക്കും. പിന്നെ അതിനുശേഷം ഒരാൾ മിസ്ബിഹേവ് ചെയ്തപ്പോഴും ഞാൻ അപ്പൊ റിയാക്ട് ചെയ്തിട്ട് അച്ഛനോട് ചെന്ന് പറഞ്ഞു. അച്ഛൻ നല്ല പൊട്ടിച്ചു, വീടിന്റെ അടുത്ത് അവർക്ക് നല്ല പൊട്ടിച്ചു. അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതൊക്കെ കണ്ടു വളരുമ്പോൾ നമ്മൾ എന്തായാലും കൊടുക്കാനുള്ള ഒരു ഇത് വരുമല്ലോ. ഇപ്പോഴും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവൻ ഈ ഒരു ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിലും, ഈ ഫീൽഡിൽ മാത്രമല്ല മൊത്തത്തില് അത് വളരെ ഇമ്പോർട്ടന്റ്.